ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് പലസ്തീൻ എന്ന രാഷ്ട്രം ഉണ്ടാകില്ല എന്നാണ് ഇപ്പോഴും നെതന്യാഹു പറയുന്നത്. ഇസ്രായേലിന് ഇങ്ങനെ എത്ര കാലം പ്രതിരോധിച്ചു നിൽക്കാൻ സാധിക്കും ഇപ്പോഴത്തെ ഒരു അന്താരാഷ്ട്ര സാഹചര്യത്തിൽ? ജോർദാൻ നദി നിർണായകമായ ഒരു 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 നാഴികക്കല്ലാണ്, അല്ലെങ്കിൽ ഒരു അതിർവരമ്പാണ്. ഇപ്പോഴത്തെ ജോർദാൻ എന്ന രാജ്യം അത് കിഴക്ക്, ഇസ്രായേൽ എന്ന രാജ്യവും ഗാസ വെസ്റ്റ് ബാങ്ക് എന്ന പ്രദേശവും പടിഞ്ഞാറ്. അതായത് ജോർദാൻ നദിയുടെ പടിഞ്ഞാറുള്ള പ്രദേശം, അവിടെയാണല്ലോ ഒറിജിനൽ പലസ്തീൻ അല്ലെങ്കിൽ ഇസ്രായേൽ. ഇത് രണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞ് ഉപയോഗിക്കുന്ന പദങ്ങളായിരുന്നു. പലസ്തീൻ നാട് എന്ന് പറയുമ്പം കനാൻ ദേശം, പലസ്തീൻ നാട്, വിശുദ്ധ നാട്, പ്രോമിസ്ഡ് ലാൻഡ്, വാഗ്ദത്ത ഭൂമി, ഇങ്ങനെയൊക്കെ പറയുന്നത് ഇസ്രായേലും പലസ്തീനും ചേർന്ന, അതായത് ഇന്നത്തെ ഇസ്രായേലും ഇന്നത്തെ വെസ്റ്റ് ബാങ്കും ഇന്നത്തെ ഗാസയും ഇന്നത്തെ ജെറുസലം സിറ്റിയും എല്ലാം ചേർന്ന ആ ഒരു പ്രദേശം. ആ പ്രദേശത്ത് അതാണ് പറയുന്നത് വെസ്റ്റ് ഓഫ് റിവർ ജോർദൻ, ജോർദാൻ നദിയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ഒരു പാലസ്തീൻ രാജ്യം രൂപീകൃതമാവില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രായേലി പ്രധാനമന്ത്രി, ആവർത്തിച്ചു പറയുന്നതിന്റെ അടിസ്ഥാനം, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒരു തരിമണ്ണ്, ഈ പ്രദേശത്ത് ഒരു തരിമണ്ണ് നിങ്ങൾ ആഗ്രഹിക്കേണ്ട. നിങ്ങൾ വേണമെങ്കിൽ ആഫ്രിക്കയിൽ ഏതെങ്കിലും ഭാഗത്ത് അന്താരാഷ്ട്ര സമൂഹം പറയുന്നതനുസരിച്ച് പോയി താമസിച്ചോളൂ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് അഭയാർത്ഥികളായി താമസിച്ചോളൂ, അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലും മാറിപ്പോയിക്കോളൂ. ഇവിടെ താമസിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കും ആത്യന്തികമായി. അത് ഗാസയാണെങ്കിലും വെസ്റ്റ് ബാങ്ക് ആണെങ്കിലും. ഇവിടെ ഇസ്രായേലിന് അടുത്തുള്ള പ്രദേശത്തൊന്നും സ്വതന്ത്ര പരമാധികാര പാലസ്തീൻ സാധ്യമാവില്ല. അപ്പൊ ഇതിനകത്ത് ഒരുപാട് സൂചനകളുണ്ട്. അതായത് അവർക്ക് വേണ്ട ഭൂമി എവിടെയാണ്? അവരുടെ പിതാക്കന്മാർ, പലസ്തീനിയൻ ജനതയുടെ, അറബികളുടെ പിതാക്കന്മാർ ആയിരക്കണക്കിന് വർഷങ്ങൾ താമസിച്ച, 2000-ലധികം വർഷം താമസിച്ച ആ പ്രദേശത്തല്ലാതെ മറ്റൊരിടത്ത് ഭൂമി നൽകാം എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വീകരിക്കാൻ സാധിക്കുമോ? മറ്റാര് ഭൂമി കൊടുക്കും? ഇനി ഭൂമി കൊടുക്കാൻ തയ്യാറാണെങ്കിൽ പോലും അവരുടെ വൈകാരികമായ ഒരു അസ്തിത്വം എവിടെയാണ്? അവർക്ക് ആ ഭൂമിയുമായിട്ടാണ് ബന്ധം. അവർ ജീവിച്ച, അവരുടെ പിതാക്കന്മാർ നടന്ന ഭൂമി, ആ ഭൂമിയിൽ അധികാരം അവർക്ക് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വേറെ ഏത് പരദീസ കൊടുക്കാം എന്ന് പറഞ്ഞാലും അവർ സമ്മതിക്കില്ല. അത് മാത്രമല്ല, അവരെ പിന്തുണയ്ക്കുന്ന അറബ് രാജ്യങ്ങൾക്കും ഈ ഒരു പ്രപ്പോസൽ ഒരുപക്ഷെ സ്വീകാര്യമാവില്ല. മുൻകാലങ്ങളിൽ പല പ്രപ്പോസൽസും വന്നിട്ടുണ്ട് എന്നത് മറക്കുന്നില്ല. ആഫ്രിക്കയിലെ വിവിധ ഭാഗങ്ങളിൽ പലസ്തീനിയൻ കോൺക്ലേവ്, സ്വതന്ത്ര പരമാധികാര രാജ്യം എന്ന രീതിയിൽ നൽകാം, അതിനുള്ള ഇടപാടുകൾ ചെയ്യാം എന്ന് അമേരിക്കയും മറ്റു പല രാജ്യങ്ങളും പല ആവർത്തി ഇൻഫോർമലായി സജസ്റ്റ് ചെയ്തപ്പോഴും പലസ്തീനിയൻസോ അവരെ പിന്തുണയ്ക്കുന്ന അറബി ശക്തികളോ അതിന് അനുകൂലമായിട്ടല്ല പ്രതികരിച്ചത് എന്നതുകൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ഇപ്പോൾ നെതന്യാഹുവിന്റെ ഈ പ്രസ്താവന പ്രാധാന്യം അർഹിക്കുന്നത്. ഇസ്രായേലിന്റെ മണ്ണിൽ, അല്ലെങ്കിൽ ഇസ്രായേൽ ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്ന ആ മണ്ണിൽ ഒരു തുണ്ട് പോലും പലസ്തീൻ നൽകില്ല എന്ന് പറയുമ്പോൾ ബലപ്രയോഗത്തിലൂടെയല്ല. അതിന്റെ സൂചന എന്താണ്? ഒരു ബലപ്രയോഗത്തിലൂടെ അല്ലാതെ ചർച്ചകളിലൂടെ ഒരു പലസ്തീൻ രാഷ്ട്രം അംഗീകരിച്ചു കൊടുക്കാൻ, വിട്ടുവീഴ്ച ചെയ്യാൻ ഇസ്രായേൽ തയ്യാറാവില്ല എന്നാണ് അർത്ഥം. പലസ്തീന് രാഷ്ട്രപദവി നൽകുന്നത് ഹമാസിന്റെ ഭീകരതയ്ക്കുള്ള സമ്മാനമായിരിക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും പറഞ്ഞത്. അപ്പോൾ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് പലസ്തീൻ രാഷ്ട്ര സങ്കല്പത്തെ ഇല്ലാതാക്കുമോ? അതിനുള്ള നീക്കങ്ങളാണോ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇതൊരു ഇൻസെന്റീവ്, തീവ്രവാദത്തിന്, ഭീകരതയ്ക്ക് പച്ചക്കൊടി കാട്ടുന്നതിന് തുല്യമാവുമോ ഇപ്പോൾ പലസ്തീനിയൻ രാഷ്ട്രം സാധ്യമായാൽ? ഇതൊരു നൈതികമായ ചോദ്യമാണ്. യഥാർത്ഥത്തിൽ ഒക്ടോബർ 7, 2023 ഹമാസ് ആക്രമണം നടത്തി ഇസ്രായേലിനെതിരെ അപലപിക്കേണ്ട കാര്യമാണ്. ലോകരാജ്യങ്ങൾ അത് അപലപിക്കുകയും ചെയ്തു. ഇസ്രായേലിന് ഏറെ പിന്തുണ ലഭിച്ച ഒരു സമയമായിരുന്നു ഒക്ടോബർ 2023. പിന്നീട് കാലക്രമത്തിലാണ് ഇസ്രായേലിനുള്ള പിന്തുണ, അവർ തിരിച്ചടി, ഡിസ്പ്രപ്പോർഷനേറ്റ് രീതിയിൽ, ഏതടിക്കും തിരിച്ചടിയുണ്ട്. സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടി ബലപ്രയോഗം നടത്താൻ ഇസ്രായേലിന് അവകാശമുണ്ട്, അധികാരമുണ്ട്. ഐക്യരാഷ്ട്ര സംഘടന പോലും സ്വന്തം സുരക്ഷിതത്വത്തിന് വേണ്ടി ആക്രമണം നടത്താൻ ഒരു രാജ്യത്തിന് അനുവാദം നൽകുന്നു എന്ന് പറയുമ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കാം. പക്ഷെ അതിനൊരു ലിമിറ്റ് വേണ്ടേ? ആ ലിമിറ്റ് എല്ലാം ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരിക്കുന്നു. അതുകൊണ്ടാണ് ഒരു ആക്രമണത്തിന്റെ എല്ലാ സീമകളും അതിലംഘിച്ചത് കൊണ്ട് ഇപ്പോൾ പറയുന്നു, സ്വതന്ത്ര പരമാധികാര രാജ്യം ഉണ്ടെങ്കിൽ മാത്രമേ രണ്ട് ജനതകൾക്ക്, പലസ്തീനിയൻ അറബി ജനതയ്ക്കും ജൂത ഇസ്രായേൽ ജനതയ്ക്കും സൈഡ് ബൈ സൈഡ് വസിക്കാനാവൂ എന്ന് ലോകരാജ്യങ്ങൾ പറയുന്നു. അപ്പോൾ ഇതാ അമേരിക്കയും ഇസ്രായേലും പറയുന്നത് ഇത് കാറ്റലിസ്റ്റായി പ്രവർത്തിച്ചത്, രാഷ്ട്രത്വരകമായി പ്രവർത്തിച്ചത് ഒക്ടോബർ 7, 2023 അപ്പോൾ ഇപ്പോൾ രാജ്യം അനുവദിച്ചാൽ യഥാർത്ഥത്തിൽ ഹമാസിന്റെ വിജയമായിരിക്കും അത്. ഹമാസ് ആ ഒരു പോരാട്ടം,
1200 പരം ഇസ്രായേലികളെ കൊന്നൊടുക്കുകയും 250 പേരെ ബന്ദികളായി പിടിച്ചോണ്ട് പോവുകയും ചെയ്ത ആ ഒരു ഹീനമായ പ്രവൃത്തിയുടെ എൻഡോഴ്സ്മെന്റ് ആവില്ലേ അത്? അങ്ങനെ നോക്കുമ്പോൾ ലോജിക്കലി അത് കറക്റ്റ് ആണ്. പക്ഷേ എൻഡോഴ്സ്മെന്റ് ആകും ഇപ്പോൾ. അതെന്തുകൊണ്ടാണ്? ഒരു പരിധി വരെ ആയിരുന്നു ആക്രമണമെങ്കിലും ആക്രമണം തിരിച്ചടി കൊടുത്തതിന് ശേഷം ഇസ്രായേൽ പിന്മാറിയിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഈ അവസ്ഥയിലേക്ക് പോവില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത് ഒരുപക്ഷെ ഹമാസിന്റെ ആക്ടിവിറ്റിക്ക്, ഹമാസിന്റെ തീർച്ചയായും തെറ്റായ പ്രവൃത്തിക്കുള്ള ഒരു അംഗീകാരം എന്ന രീതിയിൽ പിൽക്കാലത്ത് ലോകം വ്യാഖ്യാനിക്കും എന്നതാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ ഒരു ആശങ്ക. ഇതിനുള്ള ഏക പരിഹാര മാർഗം ഹമാസിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സ്വതന്ത്ര പരമാധികാര പലസ്തീൻ, അല്ലെങ്കിൽ ഏത് തീവ്ര വിഭാഗങ്ങളെയും ഒഴിവാക്കി എല്ലാവർക്കും സ്വീകാര്യമായ ഒരു മോഡറേറ്റ് ഇൻക്ലൂസീവ് ഗവൺമെന്റ് വിത്ത് അറബ് നേഷൻസ് മോണിറ്ററിംഗ് ദി സിറ്റുവേഷൻ, അതാണ് ഒരു പക്ഷേ. അപ്പം ഇസ്രായേലിന്റെ മേധാവിത്വം ഉണ്ടാവരുത്, ഹമാസിന്റെ നിയന്ത്രണം ഉണ്ടാവരുത്, പലസ്തീനിയൻ ജനതയ്ക്ക് സ്വച്ഛന്തമായി ജീവിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാകണം. അതാണ് ഒരു പക്ഷേ ഏക പരിഹാരം. അങ്ങനെയെങ്കിൽ ഹമാസിന്റെ വിജയമാണ്, അല്ലെങ്കിൽ ആക്രമണത്തിന്റെ വിജയമാണ്, തീവ്രവാദത്തിന്റെ ഭീകരതയുടെ വിജയമാണ് എന്ന വാദത്തെ മാറ്റി നിർത്താൻ കഴിയും. സാർ, മറ്റൊരു കാര്യമുള്ളത്, ഈ അറബ് രാജ്യങ്ങൾ അല്ലെങ്കിൽ അറബ് ലോകം ഒറ്റക്കെട്ടായ ഒരു സാഹചര്യമുണ്ട് നിലവിൽ. പക്ഷേ ഗാസയ്ക്കായി അവർ ഒറ്റക്കെട്ടായി ഇറങ്ങാനുള്ള സാധ്യത എത്രത്തോളമുണ്ട് ഇസ്രായേലിനെതിരെ? അറബ് യൂണിറ്റി, അറബി ഐക്യം എന്നത് എക്കാലത്തും ഒരു മരീചിക ആയിരുന്നു. മുൻകാലങ്ങളിലൊക്കെ അറബി ദേശീയതയെക്കുറിച്ചും സംയുക്ത സൈന്യങ്ങളെക്കുറിച്ചും ഇപ്പോഴിതാ അറബി നെയ്റ്റോയെക്കുറിച്ചും ഒക്കെ പറയുന്നു. പക്ഷെ ഒരു സങ്കല്പം എന്നത് വിട്ട് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അറബ് ലോകത്ത് വൈവിധ്യങ്ങളാണ്, ഒരുപാട് വൈവിധ്യങ്ങളാണ്. നോർത്തേൺ ആഫ്രിക്കൻ രാജ്യങ്ങൾ പലതും അറബാണ്, വെസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ പലതും അറബാണ്. നോക്കൂ, അറബ് ലോകത്തിന്റെ വൈവിധ്യം നോക്കൂ. നോർത്ത് ആഫ്രിക്കയിൽ ഈജിപ്ത്, ടുണീഷ്യ, അൾജീരിയ, ലിബിയ, മൊറോക്കോ, സുഡാൻ ഒക്കെ അറബ് രാജ്യങ്ങളാണ്. ഇനി വെസ്റ്റ് ഏഷ്യയിൽ നോക്കൂ, ലെബനൻ ചെറിയ രാജ്യം, സിറിയ, ഇറാഖ്, അതുപോലെ സൗദി അറേബ്യ, ഗൾഫ് കോർപ്പറേഷൻ കൗൺസിലിലെ മറ്റു രാജ്യങ്ങൾ, ഒമാൻ, യമൻ, UAE, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഇതെല്ലാം അറബി രാജ്യങ്ങൾ തന്നെയാണ്. അപ്പൊ എത്രയോ അറബി രാജ്യങ്ങളാണ്. ഈ അറബി രാജ്യങ്ങൾക്ക് ഇറാനോട് സൗഹൃദമുള്ള അറബ് രാജ്യങ്ങളുണ്ട്, ഇറാനെ എതിർക്കുന്ന അറബ് രാജ്യമുണ്ട്. ഇറാൻ അറബ് ലോകത്തിന് പുറത്താണ്. ടർക്കിയും ഇറാനുമാണ് അറബ് ലോകത്തിന് പുറത്തുള്ള ശക്തരായ ആ മേഖലയിലെ ഇസ്ലാമിക രാജ്യങ്ങൾ. അപ്പോൾ അറബി ലോകത്തിന് ഇസ്രയേലിനെ അംഗീകരിക്കുന്ന അറബ് ലോകവുമുണ്ട്, ഇസ്രയേലിനെ അംഗീകരിക്കാത്ത അറബ് ലോകവുമുണ്ട്. അബ്രഹാമിക് കരാറുകളുടെ അടിസ്ഥാനത്തിൽ ഡൊണാൾഡ് ട്രംപ് തന്റെ ആദ്യ ഊഴത്തിൽ ഇബ്രഹാമിന്റെ പേരിൽ ഓരോരോ അറബ് രാജ്യങ്ങളെ, ബഹ്റൈനെയും UAEയും എല്ലാം ഇസ്രയേലിനോട് അടുപ്പിച്ച് നിർത്തുന്ന ഒരു ഘട്ടം വന്നു. സൗദി അറേബ്യ ഉൾപ്പെടെ അറബി ലോകത്ത് ഇസ്രയേലിനോട് താല്പര്യത്തോടെ നിൽക്കുന്ന, സഹകരിക്കാം എന്ന രീതിയിലാക്കി. പക്ഷേ ഇപ്പോൾ അറബ് ദേശീയത വീണ്ടും ഒന്നുണർന്നിരിക്കുന്നു. അതിനുള്ള പ്രധാന കാരണം അറബ് രാജ്യമായ ഖത്തർ, നിഷ്പക്ഷ രാജ്യമായി പൊതുവെ കരുതുന്ന, അല്ലെങ്കിൽ നെഗോസിയേഷൻസിന്റെ ഇടമായി ഹമാസുമായും ഇസ്രയേലുമായും റഷ്യയുമായും ചൈനയുമായും മറ്റ് ഇറാനുമായും എല്ലാം ബന്ധമുള്ള, എല്ലാവർക്കും വന്ന് താമസിച്ച് നയതന്ത്ര ചർച്ചകളിൽ ഏർപ്പെടാവുന്ന, യൂറോപ്പിൽ സ്വിറ്റ്സർലൻഡ് എന്നതുപോലെ മധ്യപൗരസ്യ പ്രദേശത്ത് ഖത്തർ, ആ ഖത്തർ ഇറാന്റെ ആക്രമണത്തിന് വിധേയമായിരിക്കുന്നു. അത് അമേരിക്കൻ ബേസിനെ ആക്രമിച്ചു, അൽ ഉദയ്ദ് ബേസ്. പിന്നീട് ഇപ്പോൾ ഇസ്രയേലിന്റെ ആക്രമണത്തിന്, ഇസ്രയേൽ ആക്രമിച്ചത് ഹമാസിന്റെ താവളങ്ങളെയാണ്, ഖത്തറിൽ. അപ്പോൾ ഖത്തർ എന്ന അറബ് രാജ്യം ആക്രമണ വിധേയമായപ്പോൾ ഇസ്രയേലിനെതിരെ, ഒരു പരിധിവരെ ഇറാനെതിരെയും അറബി മനസാക്ഷി ഉണരുന്ന കാഴ്ച കണ്ടു. അപ്പൊ അറബി ദേശീയത ഒരിക്കൽ കൂടി ഉണർന്നിരിക്കുന്നു. മുൻകാലങ്ങളിൽ ചീറ്റിപ്പോയതുപോലെ അറബി ഐക്യം ഒരിക്കൽ കൂടി ചീറ്റിപ്പോകുമോ? ആത്യന്തികമായി അമേരിക്കയുടെ നിയന്ത്രണമുണ്ട് സൗദിയുടെ മേലും മറ്റ് GCC രാജ്യങ്ങളുടെ മേലും. കാരണം അവരുടെ സുരക്ഷ അമേരിക്കയെ കൂടി ആസ്പദമാക്കിയിരിക്കും. അതുകൊണ്ട് അമേരിക്ക പറയുന്നതിന് അപ്പുറം പോകാൻ അറബ് രാജ്യങ്ങൾ കഴിയുമോ? പ്രത്യേകിച്ച് സൗദി അറേബ്യയ്ക്കും UAEക്കും ഒക്കെ കഴിയുമോ? അത് വലിയ ചോദ്യമാണ്. അതുകൊണ്ട് ഇസ്രയേലിനെ അമേരിക്ക കൈവിടില്ല എന്നത് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ഇസ്രയേലിനെതിരെ യോജിച്ച അറബി മുന്നണി ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അമേരിക്കയുടെ ഈ ശാസനകളെ മറികടന്നുകൊണ്ട്, അമേരിക്കയുടെ ഉൾപ്പെടെ താല്പര്യങ്ങളെ മറികടന്നുകൊണ്ട് ഇസ്രയേലിനെതിരെ സംയുക്തമായി അറബി ലോകത്തിന് നീങ്ങാനാവുക? അതുകൊണ്ട് ഇതൊരു സാധ്യത മാത്രമാണ്. അറബി റെസിസ്റ്റൻസ് അഗൈൻസ്റ്റ് ഇസ്രായേൽ ഓർ അറബ് അഗ്രഷൻ അഗൈൻസ്റ്റ് ഇസ്രായേൽ വെറും സാധ്യത മാത്രമാണ്. പക്ഷേ ആത്യന്തികമായി അമേരിക്കയുടെ അനുഗ്രഹമില്ലാതെ അറബ് ലോകത്തിന് കാര്യമായി ഒന്നും തന്നെ ഇസ്രായേലിനെതിരെ ചെയ്യാനാവില്ല. പലസ്തീനിയൻ കോസിന് വേണ്ടി പറയാമെന്നല്ലാതെ, അമേരിക്ക ഗ്രീൻ സിഗ്നൽ കൊടുത്താലല്ലാതെ അറബി നീക്കങ്ങൾ
വിജയിക്കാനുള്ള സാധ്യത കുറവാണ്.